പാട്ട് പാടോ? പാട്ടോടാൻ അറിയില്ലേ? ബാത്റൂമിൽ ഇരുന്ന് പാടും. ആ ഒരു പാട്ട് നമുക്കൊന്ന് പാടിത്തരും. വിട്ടേക്ക്, ഞങ്ങൾ ഇതുവരെ ഉണരാത്ത ആൾക്കാരാണ്. ഞങ്ങൾക്ക് സംഭവം എന്തെങ്കിലും മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായില്ല. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ്. അതോടൊപ്പം VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ TVയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെ ഓരോരുത്തരായി നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? സുബി. സുബി എവിടെ വർക്ക് ചെയ്യുന്നു? മെഡിക്കൽ കോളേജ് മെഡിക്കൽ. ഓക്കെ. സ്ഥലം? അമ്പലക്കര. അമ്പലക്കര. എന്താ പേര്? ശരവൺ. ഏത് ക്ലാസ്സിലാ? 3ാം ക്ലാസ്. 3ാം ക്ലാസ്സിലാ. ഏത് സ്കൂളിലാ? പഴിഞ്ഞം. അങ്ങനെ സ്ഥലമുണ്ടോ? കുടിക്കുന്ന സാധനമല്ലേ പഴിഞ്ഞ്? എന്താ പേര്? ഷാരോഷ്. മോനാണ് ആദ്യം ഈ പ്രോഗ്രാം എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ വേണം എന്നും പറഞ്ഞു ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചത്. കുസൃതി ചോദ്യങ്ങളൊക്കെ അറിയാവോ? കുറച്ചൊക്കെ അറിയാം. കുറച്ചൊന്നുമല്ല, ഫേസ് കണ്ടിട്ട് ഏകദേശമൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഏത് ക്ലാസ്സില്? 6th സ്റ്റാൻഡേർഡ്. ഏത് സ്കൂളിലാ? മീര. ലാബ് ടെക്നീഷ്യൻ. ഏത് സ്ഥലം? കൊട്ടാരക്കര. എല്ലാവരും ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. പേരെന്താ? ജിബിൻ. എന്ത് ചെയ്യുന്നു? ഓക്കെ. എവിടെ സ്ഥലം? എന്റെ സ്ഥലം കോക്കാട്. എല്ലാവരും കൊട്ടാരക്കരയിൽ നിന്ന്. ഹലോ, പാട്ട് പാടും. പേരെന്താ? പറയാൻ അറിയത്തില്ല. ക്വസ്റ്റ്യൻ നമുക്കിനി പറയാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ എനിക്ക് തരോ? ആദ്യം എൻ്റെ കയ്യിലിരിക്കണം, അതിന് കൊടുക്കാൻ. ഓക്കെ. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി പ്രോഗ്രാം എന്താണെന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഈ പ്രോഗ്രാമിന്റെ വിജയി. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വെട്ടും തോറും വളരുന്നത് എന്താണ്? നഖം. നഖം കറക്റ്റ് ആൻസറാണ്. മുടിയും കറക്റ്റ് ആൻസറാണ്. ഇനി പോരട്ടെ. വഴിയും കറക്റ്റ് ആൻസറാണ്. എല്ലാം കറക്റ്റ് ആൻസറാണ്. ആൻസർ ആദ്യത്തെ ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞു. 1 അല്ല 3 ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, വാലില്ലാത്ത അമ്മയ്ക്ക് വാലുള്ള മക്കൾ എന്താണ്? വാൽമാക്രി. വാലില്ലാത്ത അമ്മയ്ക്ക് വാലുള്ള മക്കൾ. വാൽമാക്രി കറക്റ്റ് ആൻസർ. തവളയാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആൻസർ തവളയാണ്. അപ്പോൾ മോന് 1 പോയിന്റ് കിട്ടി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മോൻ പാടോ? പാട്ട് പാടോ? പാട്ടോടാൻ അറിയില്ലേ? ബാത്റൂമിൽ ഇരുന്ന് പാടും. ആ ഒരു പാട്ട് നമുക്കൊന്ന് പാടിത്തരും. ഇല്ല, സീക്രട്ട് പാട്ടാ. ഹലോ, പാട്ടുകാരൻ ഇവിടെ വന്നപ്പോഴും പാട്ട് പാടുന്നതാ. ഒരു പാട്ട് പാടൂ. ഒരു പാട്ട് പാടിക്കാം. മൈക്ക് കാണുമ്പം ഇങ്ങനെ നിൽക്കും, അല്ല എങ്കിൽ പാട്ട് പാടും. നമുക്ക് ലാസ്റ്റ് പാടാമേ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വടിയെടുത്താൽ കാള ഓടും എന്താണ്? വടിയെടുത്താൽ കാള ഓടും. വടിയെടുത്താൽ കാള ഓടും എന്താണ്? അതൊരു പ്രയോഗമാണേ. പണ്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. കാളവണ്ടിയല്ല. പണ്ടത്തെ കാലത്തും ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും പണ്ടൊക്കെയാണ് ഇത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി. ചക്കോ അല്ല, വടിയെടുത്താൽ കാള ഓടും. ഇവിടെ ഈ ചേട്ടൻ അറിയില്ല.
കമ്പൂടിച്ച് വലിക്ക് വണ്ടി കൊടുക്കുന്നു. അതല്ല. പണ്ട് ഗതാഗത മാർഗമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഷിപ്പ് അല്ല. അതിന്റെ കുറച്ചുകൂടെ മഞ്ചലാണോ? വെള്ളമാണോ? അല്ല, വള്ളം തോണി എല്ലാം കറക്റ്റ് ആൻസർ ആണ്. വള്ളം കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ മോന് 2 പോയിന്റ് കിട്ടി. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, മുള്ളില്ലാത്ത പുറം കാട്ടിൽ എല്ലില്ലാത്ത ഒരു എലിക്കുഞ്ഞ്. എല്ലില്ലാത്ത ഒരു എലിക്കുഞ്ഞ്. ആമല്ല, നമ്മുടെ ശരീരഭാഗത്തുള്ള ഒരു സാധനമാണ്. മുള്ളില്ലാത്ത പുറം കാട്ടിൽ എല്ലില്ലാത്ത ഒരു എലിക്കുഞ്ഞ്. പേൻ കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഇവിടെയും 2 പോയിന്റായി, ഇവിടെയും 2 പോയിന്റായി. ഇതാരാ? ചേച്ചിയുടെ മോന. എന്റെ ആങ്ങളത് അത് നാത്തു മക്കള്, എന്റെ 2 മക്കള്. ചേച്ചിയുടെ 2 മക്കളാണല്ലേ? ചേച്ചിയുടെ ആങ്ങളെ. റിലേഷൻഷിപ്പ് എല്ലാം മനസ്സിലായി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുള്ളുണ്ട്, മുരിക്കല്ല, കയ്പുണ്ട്, കാഞ്ഞിരമല്ല. എന്താണ്? പാവയ്ക്ക കറക്റ്റ് ആൻസർ ആണ്. പാവയ്ക്ക കറക്റ്റ് ആൻസർ ആണ്. അറിയാമായിരുന്നല്ലേ നേരത്തെ? ഏകദേശമുള്ള കുസൃതി ചോദ്യങ്ങളൊക്കെ അറിയാം. പാട്ട് പാടോ ചേച്ചി? ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? മോള് പാട്ട് പാടും. മോള് പാട്ട് പാടും. അമ്മ പഠിപ്പിച്ച പാട്ട് പാടും. അതെ, അമ്മ പഠിപ്പിച്ച പാട്ട് പാടും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3 ചിറകുള്ള വവ്വാൽ ഏതാണ്? 3 ചിറകുള്ള വവ്വാൽ നമ്മുടെ വീട്ടിലും എല്ലായിടത്തും കാണുന്ന വവ്വാലാണിത്. 3 ചിറകുള്ള വവ്വാൽ എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. പ്ലെയിൻ അല്ല. 3 ചിറകുള്ള വവ്വാൽ ഏതാണ്? 3 ചിറകുള്ള സാധാരണ രീതി ഇപ്പൊ ക്ലൂ തരാമെങ്കിൽ ഇപ്പൊ ആൻസർ പറയും. അതാണ് പ്രശ്നം. ചെറിയ ക്ലൂ തന്നാലും പറയും, എങ്കിലും ഞാൻ വലിയ ക്ലൂ തരാം. ചെറിയൊരു ക്ലൂ തരാം. നമ്മുടെ റൂമിൽ കാണും ഈ ഒരു ഫാൻ. കറക്റ്റ് അറിയായിരുന്നു. 3 പോയിന്റ് നേടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പുക തുപ്പുന്ന പാമ്പ് ഏതാണ്? പുക തുപ്പുന്ന പാമ്പ്. തീവണ്ടി കറക്റ്റ് ആൻസർ. ഓ ചേട്ടാ, ഇപ്പാണ് ഉണർന്നത്. ഞാനിതുവരെ ഉണർന്നിട്ടില്ല. ഉണരാതെ നിൽക്കുന്നവരുണ്ട്, ഉണർന്നു വന്നവരുമുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, പൂട്ടില്ല പെട്ടി, പൂട്ടാതെടുക്കും പെട്ടി. എന്താണ്? ആ പെട്ടിയെങ്കിലും പറയൂ. ഈ പെട്ടിക്ക് പൂട്ടില്ല, അത് പൂട്ടാതെ എടുക്കുകയും ചെയ്യും. എന്താണ്? ശവപ്പെട്ടി. കറക്റ്റ് ആൻസർ. ഓ ചേട്ടാ, ഉണന്നു നല്ല രീതിക്ക് ഉണന്നു. വൈഫിനെ തോപ്പിക്കുമെന്നാണ് തോന്നുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പൊക്കളിൽ തൊട്ടാൽ ഇളിച്ചു കാട്ടും. എന്താണ്? മനുഷ്യനല്ല ആൻസർ. പൊക്കളിൽ തൊട്ടാൽ ഇളിച്ചു കാട്ടും. പൂച്ചയല്ല. ഇത് ജീവനില്ലാത്ത ഒരു വസ്തുവാണ്. താക്കോലല്ല. ഇത് നമ്മുടെ വീട്ടിലേക്ക് കാണും. രാത്രി സമയത്താണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. എന്ത് ലൈറ്റ്? ടോർച്ച് ലൈറ്റ്. കറക്റ്റ് ആൻസർ. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു നല്ലൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആകെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇവരിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. പാടാനറിയാം, പറയാനറിയാം, ചെയ്യാനൊന്നും അറിയില്ല. എന്താണ്? റേഡിയോ. കറക്റ്റ് ആൻസർ. സംശയിക്കണ്ട, ഞാൻ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. 4 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ എന്തായിരുന്നു പേര്? മീര.
അപ്പോൾ മീര ചേച്ചിയാണ് ജയിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി മീര ചേച്ചിയാണ്. മീര ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ചെറിയ സ്നേഹോപകാരം. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? നല്ലതായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു. എൻജോയ് ചെയ്തു. മോനും എൻജോയ് ചെയ്തില്ലേ? പാട്ട് പാടും. കാക്കി കാക്കി പാടും. കാക്കി കാക്കി പാടും. കാക്കേ കാക്കേ കൂടെ വിടെ പാട്. മോന് പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. എനിക്ക് ജയിക്കാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ ജയിക്കാന്ന് പറഞ്ഞാണ് ഇരുന്നത്. എങ്ങനെയായിരുന്നു? എന്നെയും കൊച്ചിനെയും വിട്ടേക്ക്. ഞങ്ങൾ ഇതുവരെ ഉണരാത്ത ആൾക്കാരാണ്. ഞങ്ങൾക്ക് സംഭവം എന്തൊന്നും മനസ്സിലായില്ല. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.